മുഹമ്മദ് റിയാസിനെ മരുമോനെ എന്ന് വിളിച്ചധിക്ഷേപിക്കുന്നതിൽ എന്താണ് അഭിപ്രായമെന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യം. അതും കേരളത്തിലെ സംഘപരിവാർ മാധ്യമ പ്രവർത്തകയായ സുജയ പാർവതിയുടേത്. കാര്യം, സുജയ പാർവതി പ്രതിനിധീകരിക്കുന്ന പാർട്ടിയിലുള്ളവരാണല്ലോ മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ മരുമോനെ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യാനും ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ കുറേ കാലമായി പരിശ്രമിക്കുന്നത്. ആ ചോദ്യം മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിച്ചപ്പോൾ സുജയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള മറുപടിയായിരുന്നു. കേട്ടെ. അങ്ങ് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും അങ്ങയെ നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നുകിൽ മകളെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് അങ്ങയുടെ മകളുടെ ഭർത്താവ് മരുമകൻ ശ്രീ പി എ മുഹമ്മദ് റിയാസ് ചെറുപ്പം മുതൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു വന്ന് തൻ്റെതായ ഒരു സ്ഥാനം നേടിയതിനു ശേഷമാണ് അങ്ങയുടെ മകളെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഒരു വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അയോഗ്യതയായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെതായ മെറിറ്റുള്ള ആളാണ്. പക്ഷേ ആ മെറിറ്റിനെ അങ്ങ് ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ഈ മരുമകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ആളുകളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിൻ്റെ ഉദ്ദേശം എന്നെ ഏതെങ്കിലും തരത്തിൽ എഴുത്തി കാണിക്കാൻ പറ്റുമെന്ന് നോക്കലാണ്. അതിനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. പിന്നെ റിയാസും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അയാളെയും സ്വാഭാവികമായിട്ട് ലക്ഷ്യമിടും. അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ നടത്തുന്നതേ ഉള്ളൂ. അതതിൻ്റെ വഴിക്ക് നടക്കും. നമ്മളത് ആലോചിച്ചിട്ട് വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. സംഘികൾ പല കാര്യത്തിലും വ്യക്തിയെ അധിക്ഷേപിക്കാൻ വേണ്ടി ഈ കാര്യം ഉപയോഗിക്കുകയും അതിനെ ചില സുഡാപ്പി മനസ്സുകാരും കോൺഗ്രസ്സുകാരും ഏറ്റുപാടുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി അതിനെ പരിഗണിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് ആ പുറത്തു വന്നത്. ഇങ്ങനെയൊക്കെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്തോ നാണക്കേടാണെന്നോ, അല്ലെങ്കിൽ ഒരാളുടെ അർഹതയും കഴിവിനെയും റദ്ദാക്കി കളയാൻ വേണ്ടി ഇങ്ങനെ പരിഹസിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കേൾക്കുന്നവരൊക്കെ തകർന്നു പോകുന്നു എന്ന് വിചാരിക്കുന്നിടത്ത് വിളിച്ചു കൂവി നടക്കുന്നവന്മാരുടെ ഉളുപ്പില്ലായ്മയ്ക്കപ്പുറം, അല്ലെങ്കിൽ ആ പരിഹസിക്കുന്നവന്റെ വിവരമില്ലായ്മ എന്നതിനപ്പുറം അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തെളിയുന്നുണ്ട്. തന്നെ അധിക്ഷേപിക്കാൻ പറയുന്നതാണെന്ന് കൃത്യമായിട്ടറിയാം. അത്തരം ആൾക്കാർക്കൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നവന്മാർക്കും ഇതൊക്കെ ഒരു അന്തസ്സ് പോലെയും, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഇമാതിരി ഡയലോഗ് അടിക്കുമ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന പിതൃശൂന്യതയും പറയുന്ന പിതൃശൂന്യതയും അതിനെ രണ്ടിനെയും അവഗണിച്ച് കളയുക എന്നുള്ളതാണ് തൻ്റെ ശൈലി എന്ന് പറയാണ്. അതുകൊണ്ട് റിയാസിന്റെ കഴിവിനെ ആക്ഷേപിക്കാനും തന്നെ അതിലൂടെ ഇകഴ്ത്താനും ശ്രമിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കൊന്നും നെവർ മൈൻഡ്. ആ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല. അത്തരം വകതിരിവില്ലാത്തവന്മാർ ആ കാര്യങ്ങൾ ചെയ്തോട്ടെ. അവർക്കും ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതിൻ്റെ പേരിൽ എന്ത് ഊളത്തരം പറഞ്ഞാലും അതിനൊക്കെ മറുപടി പറയാൻ പോകുന്നതാണ് വില കുറഞ്ഞ ഏർപ്പാടെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെയോ അല്ലെങ്കിൽ ആ വ്യക്തികളെയോ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവർ അവരുടെ പണി തുടരട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ മരുമോൻ ഡയലോഗുകാർ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ അടിക്കുന്ന ഡയലോഗൊന്നും പിണറായിയുടെ രോമത്തിൽ പോലും സ്പർശിക്കാറില്ല. അതിനൊക്കെ പുല്ലുവില മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് ആ മറുപടി സുജയുടെ മുഖത്ത് നോക്കി നൽകുമ്പോൾ തെളിയപ്പെടുന്നുണ്ട്.